കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കാൻ പോകുന്നത് പ്രിമച്വർ ഓവേറിയൻ ഫെയിലിയറിനെ പറ്റിയിട്ടാണ്. അതായത് പ്രിമച്വർ ഓവേറിയൻ ഫെയിലിയർ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അണ്ടാശയമാണ് ഓവുലേഷൻ ടൈം ആകുമ്പോൾ എഗ്ഗ് റിലീസ് ചെയ്യുന്നതിനും അതുപോലെ സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രഗ്നൻസിക്ക് വേണ്ടുന്ന ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു പ്രവർത്തനം നമ്മുടെ അണ്ടാശയം ആർത്തവ വിരാമം അല്ലെങ്കിൽ നമുക്ക് മെൻസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആവുമല്ലോ, അതിന് മുമ്പ് തന്നെ എഗ്ഗ് റിലീസ് ചെയ്യുന്നത് നിർത്തുന്നതിനെയാണ് പ്രിമച്വർ ഒവേറിയൻ ഫെയിലിയർ എന്ന് പറയുന്നത്. നമ്മുടെ അണ്ടാശയം എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നിർത്തുന്നു. സാധാരണ പ്രായമായിട്ടുള്ള ആളുകളിൽ, അതായത് മെനോപോസ് അടുക്കുന്നവരിൽ, ആർത്തവ വിരാമം സംഭവിക്കാൻ പോകുന്നവരിൽ ഇങ്ങനെ ഉണ്ടാകുന്നത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ നമ്മൾ യുവതികളിലെല്ലാം, അല്ലെങ്കിൽ യുവതികളിൽ മാത്രമല്ല, പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു കൗമാരക്കാര് മുതൽ യുവതികൾ നമ്മൾ ആ പീരിയഡ്സ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ആവുന്നതിന് മുമ്പ് വരെയുള്ള സമയത്ത് ഇങ്ങനെ ഉണ്ടാകുന്നത് നല്ലതല്ല. പ്രധാനമായിട്ടും സ്ത്രീകളിൽ, അതായത് വിവാഹം കഴിഞ്ഞ് പ്രഗ്നൻസിക്കും മറ്റും ശ്രമിക്കുന്ന, അമ്മയാകാനായിട്ട് ട്രൈ ചെയ്യുന്നവരിലൊക്കെ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്കറിയാം നിങ്ങൾ അമ്മയാകാനായിട്ടുള്ള സാധ്യതയെ അത് ബാധിക്കും. അപ്പോൾ ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തെങ്കിലും ക്രോമസോം പരമായിട്ടുള്ള ഡിഫക്ട്സ് നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ എഗ്ഗിനുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ ഒവേറിയൻ അണ്ടാശയത്തിൽ എന്തെങ്കിലും അണുബാധയുണ്ടെങ്കിൽ, എന്തെങ്കിലും റേഡിയേഷൻ നടക്കുന്നുണ്ട് നിങ്ങളുടെ ശരീരത്തിൽ, അതായത് ക്യാൻസറിനൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരുണ്ടാവില്ലേ, അങ്ങനെയുള്ളവരിലൊക്കെയാണ് ഈ പ്രിമച്വർ ഒവേറിയൻ ഫെയിലിയർ ഉണ്ടാവുന്നത്. മറ്റു പല കാരണങ്ങളും ഉണ്ട്. കാരണം നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്ത, ഇതിൻ്റെ ആയിട്ടുള്ള റീസൺ ആണ്, കോസസ് ആണെന്ന് പറയാൻ പറ്റാത്ത കാരണങ്ങളും ഇതിൽ ഉണ്ടാകും. ഇനി ഇതിൻ്റെ സൈനും സിംറ്റംസും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഇറഗുലർ പീരിയഡ്സ് ആയിരിക്കും. എന്ത് നമ്മുടെ ഓവറി ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ എഗ്ഗുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാലും അതിന് നമ്മുടെ ഇറഗുലർ ആയിട്ടുള്ള പീരിയഡ്സ്, ക്രമരഹിതമായിട്ട് കൃത്യമായിട്ടുള്ള കാലയളവിൽ വരാത്ത പീരിയഡ്സ് കാരണമാകും. രണ്ടാമത്തേന്ന് പറയുന്നത് നൈറ്റ് സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് രാത്രി കാലങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള ചൂട് അനുഭവപ്പെടുക, നമ്മുടെ ശരീരത്തിൽ താപനില കൂടുന്നതായിട്ട് എപ്പോഴും തോന്നുക. ഇതൊക്കെ കണ്ടിന്യൂസ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഉറങ്ങാൻ കഴിയാതെ വരിക, കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാതെ വരിക, വജൈനയിൽ ഭയങ്കര ഡ്രൈനെസ് ഫീൽ ചെയ്യുക, അതുപോലെ നമ്മൾ ഇന്റർകോഴ്സ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ, ആഗ്രഹങ്ങൾ കുറഞ്ഞു വരിക. ഇതെല്ലാം മറ്റു പല കാരണങ്ങൾക്കും ഈ ലക്ഷണങ്ങൾ ഉണ്ടാകും. വജൈനൽ ഡ്രൈനെസ് ഉണ്ടാകുന്നത് കൊണ്ടോ ഇന്റർകോഴ്സ് ചെയ്യാനായിട്ടുള്ള ആഗ്രഹം ഇല്ലാതാവുന്നത് കൊണ്ടോ നിങ്ങളുടെ പ്രിമച്വർ ഓവേറിയൻ ഫെയിലിയർ ആണെന്ന് ചിന്തിക്കരുത്. മറിച്ച് ഇത്രയും കാര്യങ്ങളും കൂടി, അതായത് നമുക്ക് എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള ചൂട് അനുഭവപ്പെടും, നമ്മുടെ ശരീരത്തിൽ ഇത്ര നാൾ വരെ നോർമലായിട്ട് നടന്നുകൊണ്ടിരുന്നതിൽ പെട്ടെന്നൊരു അബ്നോർമാലിറ്റീസ് ഫീൽ ചെയ്യുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണമെന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് നമുക്ക് FSH ഹോർമോണിൻ്റെ ഫംഗ്ഷൻ നോക്കിയിട്ടും, അതുപോലെ നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസ് ആയിട്ടുള്ള ഈസ്ട്രോജൻ, LH ഹോർമോണിൻ്റെ ഒക്കെ പ്രവർത്തനങ്ങൾ നോക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ പ്രിമച്വർ ഓവേറിയൻ ഫെയിലിയർ ഉണ്ടോ എന്ന് ഡയഗ്നോസ് ചെയ്യുന്നത്. ഇനി ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നോക്കാമെന്ന് ശ്രദ്ധിക്കാം. ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ മാത്രമല്ല, നമ്മൾ എപ്പോൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്ത് കഴിഞ്ഞാലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. നമ്മുടെ ജീവിതശൈലി അല്ലെങ്കിൽ ജീവിത രീതി നല്ല രീതിയിൽ നമ്മൾ മുൻപോട്ട് കൊണ്ടുപോവുക, നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, കൃത്യമായിട്ടുള്ള വ്യായാമം, കൃത്യമായിട്ടുള്ള ഉറക്കം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, ബാലൻസ്ഡ് ഡയറ്റ്, നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും നമ്മുടെ ശരീരത്തിലോട്ട് ഒരു ബെനിഫിറ്റെങ്കിലും തരുന്ന തരത്തിലുള്ളതായിരിക്കണം. എന്ന് വെച്ചിട്ട് എല്ലാം പച്ചക്കറികളും വെജിറ്റബിൾസ്, പച്ചക്കറികൾ, ഫ്രൂട്ട്സ് അതൊക്കെ കഴിക്കാനല്ല പറയുന്നത്. നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകും, അതിനനുസരിച്ച് ഭക്ഷണം കഴിക്കുക. പക്ഷെ കൂടുതലായിട്ടും ഈ ഫാസ്റ്റ് ഫുഡിനെയും ജങ്ക് ഫുഡിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇരിക്കുക കേട്ടോ. പിന്നെ കാൽസ്യവും അയേണും ഫൈബറും ഇത് നമുക്ക് ഭക്ഷണത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അതല്ലാത്തവർ നിങ്ങൾ മെഡിസിൻ വാങ്ങിച്ച് കഴിക്കുക. കാൽസ്യവും അയേണും ഫോളിക് ആസിഡും ഒക്കെ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങിച്ച് കഴിക്കുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. മറിച്ച് നമുക്ക് ബെനിഫിറ്റുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള മെഡിസിൻ എടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ എഗ്ഗ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അതുപോലെ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നതിനും അതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈലെല്ലാം നല്ല രീതിയിൽ പോകുമ്പോഴേക്കും നമുക്ക് മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ മുൻപോട്ട് പോകുന്നതിനുമൊക്കെ ഇത് സഹായിക്കും. പിന്നെ പലരും ചോദിക്കുന്ന ഒരു സംശയമാണ്, ഈ പ്രിമച്വർ ഒവേറിയൻ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഗർഭിണിയാകില്ലേ എന്ന്. തീർച്ചയായിട്ടും പ്രിമച്വർ ഒവേറിയൻ ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഗർഭിണിയാകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എഗ്ഗ് തീർന്നിട്ടില്ല, എഗ്ഗ് അവിടെ ഉണ്ട്. അത് പെട്ടെന്ന് ഒരു ടെമ്പററിലി അതിൻ്റെ പ്രവർത്തനം സ്റ്റോപ്പ് ആയതാണ്. അപ്പോൾ അത് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാലും മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ടുള്ള ഫ്ലോയിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ആരും ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ പിന്നീടും ഗർഭിണിയാകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ.
യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒട്ടും കമൻസിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ മാത്രം നിങ്ങൾ മെയിൽ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ പഴയ വീഡിയോസിന് കമൻസ് ഇടുന്നവർക്ക് ആ വീഡിയോസിനൊന്നും റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് ആ ഏതെങ്കിലും ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്ക് എളുപ്പത്തിൽ എടുത്ത് നോക്കിയിട്ട് റിപ്ലൈ തരാനായിട്ട് സാധിക്കും. കാരണം പണ്ടുള്ള വീഡിയോസ് ഒന്നും യൂട്യൂബിൻ്റെ ആ ഒരു അനലിറ്റിക്സിൽ എനിക്ക് കിട്ടുന്നില്ല റെക്കമെൻഡേഷൻ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.